മുഹമ്മദ് റഹീസ് കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, ഈ സംഘടനാപരമായ വീഴ്ച TVKക്കുണ്ടായി, ഗുരുതര സ്വഭാവത്തിലുള്ള വീഴ്ച TVKക്കുണ്ടായി എന്നുള്ള അത് സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് കോടതിയുടെ ചില പരാമർശങ്ങൾ ഉണ്ടായത്. ഇതിൽ TVK ഒരു ഡയറക്റ്റ് അറ്റാക്കിലേക്ക് DMK കടക്കുന്നില്ല എങ്കിൽ കൂടി, കനിമൊഴിയുടെ പ്രതികരണമൊക്കെ ഇന്ന് നമ്മൾ കണ്ടു, എങ്കിൽ കൂടി അതിനൊരു വിജയിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഡയറക്റ്റ് അറ്റാക്കിലേക്ക് DMK കടക്കുന്നില്ല. പക്ഷേ TVK ആണെങ്കിൽ മറുഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന, പോലീസിന്റെ ഇടപെടൽ, സെന്തിൽ ബാലാജിയുടെ ആസൂത്രണം എന്നൊക്കെയുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഘടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് ആണെങ്കിലും നിലപാട് വ്യക്തമാക്കുന്നുണ്ട്, ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുക്കുന്നില്ല, അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലാണ് കോൺഗ്രസും ഉള്ളത്. മുഹമ്മദ് റഹീസ്, വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിൽ TVK കടന്നാക്രമിച്ചത് സത്യത്തിൽ ഇന്ന് കനിമൊഴി മാത്രമാണ്. കനിമൊഴി പറഞ്ഞത് വിജയ്ക്ക് മനസാക്ഷിയില്ല എന്ന് കനിമൊഴി പറഞ്ഞിരുന്നു. അതിനോടൊപ്പം ഈ അത്തരത്തിലൊരു സംഭവം അവിടെ നടക്കുമ്പോൾ അദ്ദേഹം സ്വയരക്ഷ നോക്കി കരൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിന് നേരിട്ട് അവിടെ പോകുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ TVKയുടെ മറ്റു നേതാക്കളെ അവിടേക്ക് അയക്കണമായിരുന്നു എന്ന് കനിമൊഴി പറഞ്ഞു. അല്ലാതെ ഇതുവരെയും TVKയോട് ഒരാൾ പോലും അങ്ങോട്ടേക്ക് പോയില്ല എന്ന് കനിമൊഴി പ്രതികരിച്ചു. അതിനപ്പുറത്തേക്ക് DMKയിലെ പ്രധാനപ്പെട്ട നേതാക്കളായിക്കോട്ടെ, AIDMK നേതാക്കൾ, ഒപ്പം തന്നെ കോൺഗ്രസ്, BJP ഇതിലെ പ്രധാനപ്പെട്ട പാർട്ടിയിലെ നേതാക്കളോ ആരും തന്നെ വിജയിയെ അങ്ങനെ പ്രതിസ്ഥാനത്ത് നിർത്തി മുന്നോട്ട് പോകുന്നില്ല. അത് ഇത്തരത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് ഇനി കോടതി പരാമർശങ്ങൾ വിജയ്ക്ക് എതിരായി വന്നാൽ, അതായത് ഈ TVK CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജി വെള്ളിയാഴ്ചയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് പരിഗണിക്കുക. അപ്പോൾ അത്തരത്തിൽ ആ കേസ് പരിഗണിക്കുമ്പോൾ ഇന്നുണ്ടായതുപോലെ TVK കടന്നാക്രമിച്ചുകൊണ്ട് കോടതി ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം നടത്തി കഴിഞ്ഞാൽ അത് പിന്നീട് രാഷ്ട്രീയ ആയുധമാക്കാമെന്ന നിലപാടാണ് ആകെയും ഈ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്കായാലും ഒക്കെ ഉള്ളത്. അതായത് അതിൽ BJP TVK ഇത് തങ്ങളുടെ കൂടെ നിർത്താൻ പറ്റിയ ഒരു അവസരമായി കൂടി കണ്ടിട്ടാണ് ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്. AIDMK ആയിക്കോട്ടെ സർക്കാരിനെ മാത്രം വിമർശിച്ച് മുന്നോട്ട് പോയാൽ മതി എന്നാണ് പറയുന്നത്. അതായത് DMK ഇപ്പോൾ അവിടെ എത്തി സർക്കാർ നടത്തിയ പ്രവർത്തനം, ഒപ്പം തന്നെ മുഖ്യമന്ത്രി രാത്രി തന്നെ അവിടേക്ക് എത്തിയത്, മന്ത്രിമാരുടെ പട അങ്ങോട്ടേക്ക് പോയത്, അങ്ങനെ മറ്റുള്ളവരെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെയും കേന്ദ്രീകരിച്ച് തങ്ങൾ ജനങ്ങൾക്കൊപ്പമാണെന്ന് തങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലാണ് DMK ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ മാത്രമാണ് കാര്യങ്ങളെ കാണുന്നത്. ഇന്ന് പ്രധാനമായിട്ടും ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് TVK ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഈ ഒരു ആത്മഹത്യയാണ്. അത് വിഴുപ്പുറം ബ്രാഞ്ച് സെക്രട്ടറിയായ V. അയ്യപ്പനാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിനരികിൽ നിന്നും ഒരു ആത്മഹത്യാ കുറിപ്പ് എന്ന നിലയ്ക്ക് ഒരു കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. അതിൽ DMKയുടെ പ്രമുഖ നേതാവായിട്ടുള്ള സെന്തിൽ ബാലാജിയാണ് ഈ അപകടത്തിന് പിന്നിലെന്നും അദ്ദേഹം പോലീസിനോട് ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെ പോലീസ് മതിയായ സുരക്ഷ നൽകിയില്ല ഈ പരിപാടിക്ക്, അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നും പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ അയ്യപ്പൻ ആത്മഹത്യ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടി TVK ആക്രമണം കടുപ്പിക്കുന്നു. എന്നാൽ ആദവ് അർജുന ഇന്നലെ രാത്രി പോസ്റ്റ് ചെയ്ത ഇത്തരത്തിൽ യുവാക്കൾ രംഗത്ത് വന്ന് സർക്കാരിനെ താഴെ ഇറക്കണമെന്ന തരത്തിലുള്ള പ്രകോപനപരമായ ചില പോസ്റ്റുകളൊക്കെ വെച്ചുകൊണ്ട് DMKയും പ്രത്യാക്രമണം നടത്തുന്നുണ്ട്. TK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.